നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നിരവധി കാഴ്ചക്കാരുള്ള ടെലിവിഷൻ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് മലയാളം. ഇതിന്റെ 6ാം സീസൺ വൈകാതെ തുടങ്ങാൻ പോവുകയാണ്. വലിയ പ്രേക്ഷക പ്രശംസയോടെ കൂടി മുന്നേറുന്ന ഷോ കാണാൻ വലിയൊരു വിഭാഗം ആരാധകരും ഒരുങ്ങിക്കഴിഞ്ഞു. ബിഗ് ബോസ് മലയാളം സീസൺ 6 ആരംഭിക്കുന്നതിന്റെ ഭാഗമായി പുതിയ ലോഗോ ഏഷ്യാനെറ്റ് പുറത്തിറക്കി. ഒത്തിരി ചക്രങ്ങളാൽ മെനഞ്ഞെടുത്ത ലോഗോയിൽ മിന്നൽ പിണറിനാൽ 6 എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് കാണാം. ലോഗോ പുറത്തു വന്നതിന് പിന്നാലെ ഏറെ ആകാംക്ഷയിലാണ് ബിഗ് ബോസ് പ്രേമികൾ. കഴിഞ്ഞ വർഷം തീയാണെങ്കിൽ ഇത്തവണ മിന്നലടിക്കും എന്നാണ് ഇവർ പറയുന്നത്. അതേസമയം കഴിഞ്ഞ മാസം മുതൽ തന്നെ ബിഗ് ബോസ് സീസൺ 6 വരുന്നുവെന്ന അപ്ഡേറ്റുകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ഇതോടെ വിവിധ ബിഗ് ബോസ് പേജുകളും സജീവമായിട്ടുണ്ട്. ഒപ്പം പലരുടെയും പേരുകൾ മത്സരാർത്ഥികളുടെ പട്ടികയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അടക്കം ഇതിന്റെ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി അറിയാനുള്ളത് മത്സരാർത്ഥികളായി ആരൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പ്രമുഖരടക്കമുള്ള ചിലരുടെ പേരുകൾ ഉയർന്നു വന്നിരുന്നു. ഷോ തുടങ്ങുന്നതിന് ഏറെ മുൻപ് മത്സരാർത്ഥികളായി വരാൻ സാധ്യതയുള്ളവരുടെ പ്രഡിക്ഷൻ ലിസ്റ്റ് പുറത്തു വരാറുണ്ട്. അത്തരത്തിൽ ഈ സീസണിൽ സാധ്യതയുള്ള ചിലരുടെ പേരുകളുമായി എത്തിയിരിക്കുകയാണ് യൂട്യൂബ് ചാനലായ ബിഗ് ബോസ് മല്ലു ടോക്സ്. മുൻപ് ഏകദേശം മത്സരാർത്ഥികളെ പറ്റി പ്രവചനം നടത്തി ശ്രദ്ധേയമായതിനാൽ പുതിയ ലിസ്റ്റ് ശ്രദ്ധ നേടിയിരിക്കുകയാണ്. ഷാലു പേയാടാണ് ഇത്തവണ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഒന്നാമതുള്ളത്. ബിഗ് ബോസിന്റെ 4ാം സീസണുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന ആളാണ് ഷാലു പേയാട്. നിലപാടുകൾ വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവക്കാരനായതിനാൽ ഷാലുവിന് ബിഗ് ബോസിൽ തിളങ്ങാം. കഴിഞ്ഞ സീസണിലും ഇത്തവണയും ബിഗ് ബോസിൽ വന്നേക്കുമെന്ന തരത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേര് സീക്രട്ട് ഏജന്റ് എന്നറിയപ്പെടുന്ന സായി കൃഷ്ണയുടേതാണ്. അടുത്ത പേര് ബ്യൂട്ടി വ്ളോഗറായ ജാസ്മിൻ ജാഫറുടേതാണ്. കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയ ആളാണ് ജാസ്മിൻ. ബിഗ് ബോസ് 1ാം സീസൺ മുതൽ വന്നേക്കുമെന്ന തരത്തിൽ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ള ആളാണ് ശ്രീലക്ഷ്മി അറക്കൽ. 6ാം സീസണിലും ശ്രീലക്ഷ്മി ഉണ്ടായേക്കുമെന്നാണ് പ്രവചനം. പിന്നെ ഒരാൾ വിവാദ നായകനായ തൊപ്പിയാണ്. വൈറൽ താരം എന്ന നിലയിൽ തൊപ്പിയെ പരിഗണിക്കാവുന്നതാണ്. മാത്രമല്ല അദ്ദേഹം പ്രതിശ്രുത വധുവായ പെൺകുട്ടിയെയും കൊണ്ട് വരുമോ എന്നും സംശയമുണ്ട്. ഈ സീസൺ ലവ് ട്രാക്ക് ആവാൻ സാധ്യതയുണ്ടെന്നാണ് രേവതി പറയുന്നത്. ആർട്ടിസ്റ്റ് ഫീൽഡിൽ നിന്നും കഴിഞ്ഞ വർഷം കേട്ട 2 പേരുകൾ ഇത്തവണയുമുണ്ട്. ജസീല പ്രവീണും അശ്വതി നായരുമാണിത്. ഇവർ 2 പേർക്കും സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. മുൻപ് സിനിമയിലും ഇപ്പോൾ സീരിയലിലും തിളങ്ങി നിന്ന നടി ബീന ആന്റണിയും രേഖ രതീഷിന്റെയും പേരുകൾ പ്രഡിക്ഷൻ ലിസ്റ്റിലുണ്ട്. പ്രശസ്തിയിൽ നിൽക്കുന്ന ഇവർ 2 പേരിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടായേക്കുമെന്നാണ് സൂചന. ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരുപാട് പേരെ വിളിച്ചിരുന്നു. അമേയ പ്രസാദ്, ദയ, ഹെയ്തി സാദിയ, നിവേദ് ആന്റണി, റിയ എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ കേൾക്കുന്നത്. അവതാരകയായ വീണ മുകുന്ദന്റെയും അജിൻ വർഗീസിന്റെയും പേര് ഉയർന്നു വരുന്നുണ്ട്. ഇവർ 2 പേരും ബിഗ് ബോസ് താരങ്ങളെ അടക്കം അഭിമുഖം ചെയ്ത് വൈറലായവരാണ്. കഴിഞ്ഞ വർഷം വിവാദങ്ങളൊക്കെ ഉയർന്നു വന്ന നടി ദീപ തോമസിന്റെയും പേര് പ്രഡിക്ഷൻ ലിസ്റ്റിലുണ്ട്. അതുപോലെ തന്നെ എയർ ഹോസ്റ്റസ് ആയ സാറയുടെ പേരും ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ പ്രഡിക്ഷൻ ലിസ്റ്റിനെയും കടത്തിവെട്ടി ചില വമ്പൻ താരങ്ങളുടെ പേര് വിവരങ്ങൾ കൂടി വന്നിരിക്കുകയാണ്. ഹണി റോസ് ബിഗ് ബോസിലേക്ക് വരുമെന്നാണ് ഒരു പ്രവചനം. ഈ സമയത്ത് ഹണി ഷോയിലേക്ക് വരുമോ എന്ന് സംശയമാണ്. ഇനി എങ്ങാനും വന്നാൽ അടിപൊളിയായിരിക്കും. കഴിഞ്ഞ വർഷം വരുമെന്ന് ഏകദേശം ഉറപ്പായ അമല ഷാജിയാണ് മറ്റൊരാൾ. ബാല ആറാട്ടണൻ തുടങ്ങി ബിഗ് ബോസ് ലിസ്റ്റിലേക്ക് നിരവധി താരങ്ങളുടെ പേരാണ് ഉയർന്നു വരുന്നത്. 2024 ഫെബ്രുവരി പകുതിയോടെ ഷോ തുടങ്ങുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണങ്ങൾ വരേണ്ടതുണ്ട്. സാബുമോൻ, മണിക്കുട്ടൻ, ദിൽഷ പ്രസന്നൻ, അഖിൽ മാരാർ എന്നിവരാണ് ബിഗ് ബോസ് മലയാളത്തിലെ ഇതുവരെയുള്ള ജേതാക്കൾ. ഇനി ആരാണ് ആ കിരീടം സ്വന്തമാക്കുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.